മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന പാട്രിയറ്റിന്റെ ആദ്യത്തെ BTS വീഡിയോ പുറത്ത്. ചിത്രം ആഗോള റിലീസായി 2026 ഏപ്രിൽ 23-ന് തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർക്കൊപ്പം നയൻതാര, രാജീവ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഇതുവരെ നമ്മൾ കണ്ടതൊന്നുമല്ല. സർപ്രൈസുകൾ ഒരുപാടുണ്ട്. ഞെട്ടിച്ച് പാട്രിയറ്റ്. അവർ രണ്ടുപേരും ഒന്നിച്ചാൽ ഇറ്റ് വിൽ ബി എ ബ്ലാസ്റ്റ്. കട്ട വെയിറ്റിംഗ് ആണ്. 18 വർഷത്തിന് ശേഷം രാജാക്കന്മാർ വീണ്ടും ഒന്നിക്കുന്നു. വരുന്നത് അടാർ ഐറ്റമെന്ന് ഉറപ്പിച്ചോളൂ. സർപ്രൈസുകൾ ഒളിപ്പിച്ചു ചിത്രത്തിന്റെ BTS വീഡിയോ തരംഗമാകുന്നു. 18 വർഷത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം മലയാള സിനിമാ പ്രേമികൾ കാലങ്ങളായി കാണാൻ കൊതിച്ച ആ സ്വപ്ന കൂട്ടുകെട്ട് തന്നെയാണ്. ഇത് വീണ്ടും യാഥാർത്ഥ്യമാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകം ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. VFX അല്ല, ഒറിജിനൽ എയർക്രാഫ്റ്റുകൾ. വരുന്നത് മഹാസംഭവമെന്ന് ഉറപ്പിക്കാം. മലയാളത്തിന്റെ മഹാനടന്മാരായ ഇരുവരും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് പാട്രിയറ്റ്. ചിത്രത്തിൽ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇപ്പോഴിതാ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരടങ്ങുന്ന ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ഒരു സീനിന്റെ ബിഹൈൻഡ് ദ സീനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വമ്പൻ ക്യാൻവാസിലാകും സിനിമ ഒരുക്കുന്നതെന്ന സൂചന തന്നെയാണ് ഈ വീഡിയോ നൽകുന്നത്. ചിത്രത്തിൽ താൻ വില്ലൻ വേഷമാണ് അവതരിപ്പിക്കുന്നതെന്ന് ഫഹദ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ചടങ്ങിൽ വെച്ച് പ്രേക്ഷകരോട് സംസാരിക്കുമ്പോഴാണ് ഫഹദ് ഈ സർപ്രൈസ് പുറത്തുവിട്ടത്. അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കി തന്നെയാണ് ചിത്രം ഏപ്രിൽ 23-ന് ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന പാട്രിയറ്റ് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നതെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്ന ടൈറ്റിൽ ടീസർ നൽകിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നും ടീസറിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല, ഒരു ഫ്രെയിമിൽ ഇരുവരെയും കാണാൻ കൊതിച്ചിരുന്ന മലയാളികൾക്ക് ഇത് ഇരട്ടി സന്തോഷമാണ്. ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് പാട്രിയറ്റ് നിർമ്മിക്കുന്നത്. ശ്രീലങ്ക, അസർബൈജാൻ, ഡൽഹി, ഷാർജ, കേരളത്തിലെ വിവിധ ലൊക്കേഷനുകൾ, ലഡാക്ക്, ഹൈദരാബാദ്, UK എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂളും ആവേശം പകരുമെന്ന് ഉറപ്പാണ്. മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. മാനുഷ് നന്ദൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സുഷിൻ ശ്യാമാണ്. മഹേഷ് നാരായണൻ, രാഹുൽ രാധാകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും വെക്കേഷൻ റിലീസായി തന്നെയാണ് ചിത്രം എത്തുന്നത്. അതിനാൽ തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷൻ നേടാനാകുമെന്നാണ് പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.